നമസ്കാരം. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ ഡിവൈസാണ് മീറ്റർ ബ്രിഡ്ജ്. ഇന്നത്തെ ക്ലാസ് മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ചിട്ടാണ്. ഇതാണ് മീറ്റർ ബ്രിഡ്ജ്. 1 മീറ്റർ നീളമുള്ള ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് നിർമ്മിച്ച ഒരു വയർ. 1 മീറ്റർ ആയതുകൊണ്ടാണ് ഇതിനെ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ വയറിന് താഴെയായിട്ട് 1 മീറ്റർ നീളമുള്ള ഒരു സ്കെയിലുണ്ട്. ഈ വയർ ഒരു എൽ ഷേപ്പിലുള്ള മെറ്റാലിക് സ്ട്രിപ്പിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തും എൽ ഷേപ്പിലൊരു സ്ട്രിപ്പുണ്ട്, നടുവിലും വേറൊരു സ്ട്രിപ്പുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊരു ഗ്യാപ്പ് വന്നു, അതുപോലെ ഈ ഭാഗത്തും ഒരു ഗ്യാപ്പുണ്ട്. ഇതിനെ ഗ്യാപ്പ് 1 എന്ന് പറയാം, ഇതിനെ ഗ്യാപ്പ് 2 എന്ന് പറയാം. ഈ ഗ്യാപ്പിൽ നമുക്ക് ഒരു അൺനോൺ റെസിസ്റ്റർ കണക്ട് ചെയ്യാം. ഈ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു അൺനോൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏത് വസ്തുവിൻ്റെ റെസിസ്റ്റൻസ് ആണോ കാണേണ്ടത് അത് ഒരു ഗ്യാപ്പിൽ കണക്ട് ചെയ്യുക. ഈ ഗ്യാപ്പിൽ നമുക്ക് അറിയാവുന്ന ഒരു റെസിസ്റ്റൻസ്, നമ്മൾ സാധാരണയായിട്ട് റെസിസ്റ്റൻസ് ബോക്സ് ആണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ഭാഗത്ത് കണക്ട് ചെയ്യുന്ന റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം, അതിനെ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ എന്ന് പറയാം. ഈ ഭാഗത്ത് കണക്ട് ചെയ്യുന്നത് അൺനോൺ റെസിസ്റ്റർ ആയിരിക്കും. സ്റ്റാൻഡേർഡ് റെസിസ്റ്ററായിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ബോക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഈ കാണുന്നതാണ് റെസിസ്റ്റർ ബോക്സ്. ഇതാണ് ഒരു റെസിസ്റ്റർ ബോക്സ്. ഈ 2 ടേമിലാണ് നമ്മൾ റെസിസ്റ്ററിനുള്ള കണക്ഷൻ കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ 0.1 എന്നെഴുതിയിട്ടുണ്ട്. ഈ 0.1 എന്നുള്ള ഈ കീ നമ്മൾ എടുക്കുന്ന സമയത്ത് സർക്യൂട്ടിൽ 0.1 റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇനി 0.1 പകരം ഇവിടെ 0.2 ഉണ്ട്. 0.2 ആണ് എടുക്കുന്നതെങ്കിൽ സർക്യൂട്ടിൽ 0.2 റെസിസ്റ്റൻസ് വരും. അതല്ല ഇവിടെ 50 ഓമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സർക്യൂട്ടിൽ 50 ഓം റെസിസ്റ്റൻസ് ഉണ്ടാവും. ഇവിടെ ഏത് റെസിസ്റ്റർ എടുക്കുകയാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് 20 ഓം എടുത്തിട്ടുണ്ടെങ്കിൽ സർക്യൂട്ടിൽ 20 ഓമാണ്. അപ്പോൾ എങ്ങനെയാണിത് പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതൊരു കോപ്പർ സ്ട്രിപ്പാണ്. ഈ കോപ്പർ സ്ട്രിപ്പിലൂടെ എല്ലാ ഭാഗവും ക്ലോസ് ചെയ്യണം. ഒരു ഭാഗം ഏത് റെസിസ്റ്റൻസ് ആണോ നമുക്ക് എടുക്കേണ്ടത് ആ ഭാഗത്തെ കീയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് കറണ്ട് ഇങ്ങനെ വരുന്നു. ഇതൊക്കെ കോപ്പർ സ്ട്രിപ്പ് ആയതുകൊണ്ട് ഈ ഭാഗത്തൊന്നും റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറയാം, അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്ക് റെസിസ്റ്റൻസ് 0 എന്ന് പറയാം ഈ കോപ്പർ സ്ട്രിപ്പിൻ്റെ. അങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഗ്യാപ്പാണ്. ഇവിടെ നേരിട്ട് ഇങ്ങോട്ട് കറണ്ടിന് വരാൻ കഴിയില്ല. അപ്പോൾ കറണ്ട് നേരെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് എന്താണെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഇതിൻ്റെ ഉൾഭാഗത്ത് ഈ 20 ഈ ഗ്യാപ്പിൽ ഒരു 20 ഓം റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് ഈ വഴി വരുന്ന കറണ്ട് ഇവിടുന്ന് നേരിട്ട് ഇങ്ങോട്ട് വരാൻ കഴിയില്ല. അപ്പോൾ ഈ വഴി ഈ 20 ഓം റെസിസ്റ്റർ കൂടെ കടന്നിട്ടാണ് പുറത്തേക്ക് വരിക. അടുത്തത് ഇവിടെ 50 ഓം എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കൂ, അതിന് താഴെയായിട്ട് 50 ഓമിൻ്റെ ഒരു റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഓരോ കീന് താഴെ ഇപ്പോൾ 0.1, ഈ 0.1 എന്നുള്ള ഈ കീക്ക് താഴെയായിട്ട് 0.1 ഒരു റെസിസ്റ്റർ ഉണ്ടാവും. ഇനി ഇവിടെ 0.2, ആ 0.2ന് താഴെയായിട്ട് ഒരു റെസിസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഏത് കീ ആണോ നമ്മൾ എടുക്കുന്നത് ആ കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ആ കീൻ്റെ താഴെ, ഈ ഹോളിന് താഴെയായിട്ട് ഒരു റെസിസ്റ്റർ ഉണ്ടാകും. ആ റെസിസ്റ്റർ വഴിയാണ് കറണ്ട് പോവുക. 1 ഓമാണ് എടുത്തു എന്ന് കരുതുക, അപ്പോൾ സർക്യൂട്ടിൽ 1 ഓം ഉണ്ടാവും. ഇനി 1ഉം 2ഉം എടുത്തു, അപ്പോൾ 1 ഓമും 2 ഓം ഉണ്ട്. അപ്പോൾ സർക്യൂട്ടിൽ 2 + 1 3 ഓം ആയിരിക്കും. കാരണം ഇത് രണ്ടും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ റെസിസ്റ്റേഴ്സും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1ഉം 2 എടുക്കുന്ന സമയത്ത് സർക്യൂട്ടിൽ 3 ഓം ഉണ്ടാവും. ഇനി എങ്ങനെ 4 ഓം എടുക്കാം? അപ്പോൾ 4 ഓം ആണെങ്കിൽ 2ഉം 2ഉം, ഇതും 2 ഓം ആണ്. 2 2 4 ഓം ആയി. 5 ഓം എങ്ങനെയാണ് എടുക്കാം? 5 ഓം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്യൂട്ടിൽ ഇതവിടെ 5, ഈ 5 എടുത്താൽ മതി, 5 ഓം ആയി. 6 എന്ന് പറയുമ്പോൾ 5 എടുക്കുക, ഇവിടുന്ന് 1 എടുക്കുക, 5 + 1 6 ആയി. 7 എടുക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാം? 5 + 2, ഇപ്പോൾ 7 ആയി. ഏത് റെസിസ്റ്റൻസും സർക്യൂട്ടിൽ നമുക്ക് കൊണ്ടുവരാം. ഉദാഹരണത്തിന് 72 വേണം, അപ്പോൾ എന്താ നമ്മൾ ചെയ്യാം? 50 എടുക്കാം, 20 എടുക്കാം, 70 ആയി. 2 എടുക്കുക, അപ്പോൾ സർക്യൂട്ടിൽ 72 ഓം ആയി. അപ്പോൾ നമുക്ക് ഇതുപോലെ പല വാല്യൂള്ള റെസിസ്റ്റൻസ് ബോക്സും അവൈലബിൾ ആണ്. ഇതിൽ മാക്സിമം വാല്യൂ 100 ലഭിക്കുന്ന റെസിസ്റ്റൻസ് ബോക്സ് ആണ്. അങ്ങനെ പല വാല്യൂള്ള റെസിസ്റ്റൻസ് ബോക്സും അവൈലബിൾ ആണ്. ഇതിൽ ശ്രദ്ധിക്കുക, ഇതിൽ കാർബൺ റെസിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഈ റെസിസ്റ്റൻസ് ബോക്സ് നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മീറ്റർ ബ്രിഡ്ജിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാം വരക്കാം. ഒരു മെറ്റാലിക് വയർ വരക്കാം.
ഈ മെറ്റാലിക് വയറിൻ്റെ ലെങ്ത്ത് 100 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിനെ ഒരു എൽ ഷേപ്പിലുള്ള ഒരു സ്ട്രിപ്പുമായിട്ട് കണക്ട് ചെയ്യാം. ഇപ്പോൾ ഇതൊരു സ്ട്രിപ്പാണ്, എൽ ഷേപ്പിലുള്ള സ്ട്രിപ്പ്. ഇവിടെയും ഒരു എൽ ഷേപ്പിലുള്ള സ്ട്രിപ്പുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ മെറ്റാലിക് വയർ ഈ എൽ ഷേപ്പിലുള്ള സ്ട്രിപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ വേറൊരു സ്ട്രിപ്പ്, മെറ്റാലിക് സ്ട്രിപ്പ് തന്നെയാണ്, ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു, ഇവിടെയും ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പിലാണ് അൺനോൺ റെസിസ്റ്റർ കണക്ട് ചെയ്യുക. അതായത് നമുക്ക് റെസിസ്റ്റൻസ് അറിയാത്ത റെസിസ്റ്റർ ഈ ഗ്യാപ്പിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നമുക്ക് R എന്ന് വിളിക്കാം. ഇനി ഈ ഗ്യാപ്പിൽ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ കണക്ട് ചെയ്യുക. അതായത് നമുക്ക് അറിയുന്ന റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്റർ. സാധാരണ നമ്മൾ റെസിസ്റ്റൻസ് ബോക്സാണ് ഈ ഭാഗത്ത് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഗ്യാപ്പിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ, അപ്പോൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ എന്ന് സൂചിപ്പിക്കുന്നതുകൊണ്ട് അതിനെ എസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഗ്യാപ്പിൽ കൊടുത്ത റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസിന് R എന്ന് കൊടുക്കുക. ഇത് അൺനോൺ ആണ്, ഇത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ ആണ്, നമുക്കറിയാവുന്ന റെസിസ്റ്റൻസ് ആണ്. ഇനി ഈ പോയിന്റിൽ നിന്ന്, അതായത് ഈ സ്ട്രിപ്പിൻ്റെ നടുവിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. ഇവിടെ നോക്കൂ, ഈ പോയിന്റ്. ഇവിടെ നിന്ന് നമുക്കൊരു വയറെടുത്ത് ഗാൽവനോമീറ്ററിലേക്ക് കൊടുക്കുക. ഗാൽവനോമീറ്ററിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഒരു ജോക്കിയിലേക്ക് കൊടുക്കുക. ഇതാണ് ജോക്കി, ജോക്കിയിലേക്ക് കൊടുക്കുക. ജോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂവബിൾ കോണ്ടാക്റ്റ് ആണ്. വയറിൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് ജോക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഒരു ഗാൽവനോമീറ്റർ വഴി ഒരു ജോക്കിയിലേക്ക് കൊടുക്കുക. ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുക. ബാറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെക്ലാൻഷ്യർ സെല്ല് ഉപയോഗിക്കാം. ഇവിടെ നിന്ന് സെല്ലിൻ്റെ പോസിറ്റീവിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കൊടുക്കുക. ഈ പോയിന്റിൽ നിന്ന് നെഗറ്റീവിലേക്ക് കൊടുക്കുക. നമുക്ക് ഈ പോയിന്റിനെ എ എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ ബി എന്ന് വിളിക്കാം, ഈ പോയിന്റിനെ സി എന്ന് വിളിക്കാം. ഇനി ഈ ജോക്കി ഈ പോയിന്റിലാണെങ്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ, മെറ്റാലിക് വയറിൻ്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ഒരു സൈഡിലേക്കായിരിക്കും. ഇനി ഈ ജോക്കി ഈ അറ്റത്താണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് ഡിഫ്ലക്ഷൻ. അതിനർത്ഥം ജോക്കി ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനനുസരിച്ച് ഈ ഗാൽവനോമീറ്ററിൻ്റെ ഡിഫ്ലക്ഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് 0 ഡിഫ്ലക്ഷൻ ആയിരിക്കും. പിന്നെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനനുസരിച്ച് അതിൻ്റെ ഡിഫ്ലക്ഷൻ്റെ ഡയറക്ഷൻ മാറും. അതായത് ഈ മെറ്റാലിക് വയറിൽ ഏതോ ഒരു പോയിന്റിൽ നൾ ഡിഫ്ലക്ഷൻ, അതായത് ഏത് ഭാഗത്തേക്കും ഡിഫ്ലക്റ്റ് ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിൽ ജോക്കി വെക്കുന്ന സമയത്ത് ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യില്ല. ഗാൽവനോമീറ്റർ ഡിഫ്ലക്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗാൽവനോമീറ്റർ കൂടെ ഒഴുകുന്ന കറണ്ട് 0 ആയിരിക്കും. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് ബാലൻസിങ് കണ്ടീഷൻ. അപ്പോൾ നമുക്ക് ആ ബാലൻസിങ് കണ്ടീഷൻ വരുന്നത് ഈ പോയിന്റിലാണെന്ന് കരുതുക. ആ പോയിന്റിനെ നമുക്ക് ഡി എന്ന് വിളിക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഡി എന്ന പറഞ്ഞ പോയിന്റിലേക്കുള്ള അകലം, അതായത് ഈ മെറ്റാലിക് വയറിൻ്റെ ലെങ്ത്ത്, അതിന് നമുക്ക് L1 എന്ന് വിളിക്കാം. നമുക്കറിയാം ഈ മെറ്റാലിക് വയറിൻ്റെ മൊത്തം നീളം 100 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്ററാണ്. 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 100 സെൻറ്റിമീറ്ററിന്ന് ഇവിടുന്ന് ഇതുവരെ L1 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? 100 L1 കുറക്കുക. അതായത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ അകലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 - L1 എന്നായിരിക്കും. ഈ കോൺസ്റ്റന്റ് വയറിൻ്റെ 1 സെൻറ്റിമീറ്ററിലെ റെസിസ്റ്റൻസിനെ RCM എന്ന് വിളിക്കാം. സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്റർ RCM എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ L1 ലെങ്ത്തിൽ എത്ര റെസിസ്റ്റൻസ് ഉണ്ടാവും? അപ്പോൾ നമുക്ക് ഈ 1 സെൻറ്റിമീറ്ററിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസിനെ L1 കൊണ്ട് ഗുണിക്കുക. അതായത് ഇവിടുന്ന് ഇതുവരെയുള്ള ഈ വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? RCM × L1 എന്ന് കൊടുക്കാം. അപ്പോൾ എ മുതൽ ഡി വരെയുള്ള ഈ കോൺസ്റ്റന്റ് വയറിൻ്റെ റെസിസ്റ്റൻസ് RCM × L1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ, അതായത് 100 - L1 ലെങ്ത്തിലുള്ള ആ വയറിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതേ വയറിൻ്റെല്ലോ ഇവിടെ
സെയിം വയറാ. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിൽ അതിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? RCM ആയിരിക്കും. അപ്പോൾ ഇവിടെ മുതൽ ഇതുവരെയുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് സെൻറ്റിമീറ്ററിലെ റെസിസ്റ്റൻസിനെ RCM ഇൻറ്റു ഈ 100 - L1, അതായത് ഈ ലെങ്ത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള റെസിസ്റ്റൻസും കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടെ 4 റെസിസ്റ്റേഴ്സ് നമുക്ക് കിട്ടി. ഒന്ന് അൺനോൺ റെസിസ്റ്റർ, അതിനെ നമ്മൾ R എന്ന് റെപ്രസെൻ്റ് ചെയ്തു. പിന്നെ ഒന്ന് സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ. A മുതൽ D വരെയല്ലേ ഈ വയറിൻ്റെ റെസിസ്റ്റൻസ്, അത് നമുക്ക് RCM ഇൻറ്റു L1 എന്ന് വിളിക്കുക. പിന്നെ D മുതൽ C വരെയല്ലേ ഈ വയറിൻ്റെ റെസിസ്റ്റൻസ്. അങ്ങനെ 4 റെസിസ്റ്റേഴ്സാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ 4 റെസിസ്റ്റേഴ്സിൻ്റെ ഈ അറേഞ്ച്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഈ വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പോലെ തന്നെയാണ്. കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് നോക്കാം. ഇവിടെ ABCD ഈ 4 പോയിന്റുകൾ അടയാളപ്പെടുത്തിയിരുന്നു. എൻ്റെയും ബിൻ്റെയും ഇടയിലെ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? R2. ബിൻ്റെയും സിൻ്റെയും ഇടയിലെ റെസിസ്റ്റൻസ് എത്രയായിരുന്നു? R4. പിന്നെ എൻ്റെയും ഡിൻ്റെയും ഇടയിലെ റെസിസ്റ്റൻസ് R1. ഡിൻ്റെയും സിൻ്റെയും ഇടയിലെ റെസിസ്റ്റൻസ് എത്രയാണ്? R3. ഇവിടെ നോക്കൂ, എൻ്റെയും ബിൻ്റെയും ഇടയിലെ റെസിസ്റ്റർ R. അതായത് ഈ R2ൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തെഴുതാം? R എന്നെഴുതാം. ഇനി ബിൻ്റെയും സിൻ്റെയും ഇടയിലെ റെസിസ്റ്റൻസ് എത്രയാണ്? S. അതായത് ബിൻ്റെയും സിൻ്റെയും ഇടയിലെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ, അതായത് S. അപ്പോൾ നമുക്ക് ഈ R4ന് പകരം നമുക്ക് എന്തെഴുതാം? S. എൻ്റെയും ഡിൻ്റെയും ഇടയിലെ റെസിസ്റ്റൻസ് എത്രയാണ്? RCM ഇൻറ്റു L1, അതായത് എൻ്റെയും ബിൻ്റെയും ഇടയിൽ. ഇവിടെ എൻ്റെയും ഡിൻ്റെയും ഇടയിൽ. അപ്പോൾ ഈ R1ന് പകരം നമുക്കിതാ ഈ റെസിസ്റ്റൻസ് എഴുതാം. എത്രയാണ് റെസിസ്റ്റൻസ്? RCM ഇൻറ്റു L1. ഇനി ഡിൻ്റെയും സിൻ്റെയും ഇടയിൽ, അതായത് ഡിൻ്റെയും സിൻ്റെയും ഇടയിൽ, ഡിൻ്റെയും സിൻ്റെ ഇടയിലെ റെസിസ്റ്റൻസ് എത്രയാണ്? RCM ഇൻറ്റു 100 - L1. അപ്പോൾ നമുക്ക് ഈ R3 ഇത് എത്രയാണ് വരുന്നത്? 100 - L1 ഇൻറ്റു RCM. ഓക്കെ. ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ബിൻ്റെയും ഡിൻ്റെയും ഇടയിൽ ഗാൽവനോമീറ്റർ ഉണ്ട്. ഇവിടെ നോക്കൂ, ബിൻ്റെയും ഡിൻ്റെയും ഇടയിൽ ഗാൽവനോമീറ്റർ ഇവിടെയും ഉണ്ട്. ഇതാണ് ഗാൽവനോമീറ്റർ ആം. എൻ്റെയും സിൻ്റെയും ഇടയിൽ ബാറ്ററി ഉണ്ട്. ഇത് ബാറ്ററി ആം. ഇവിടെ നോക്കൂ, എൻ്റെയും സിൻ്റെയും ഇടയിൽ ബാറ്ററി ഉണ്ട്. അപ്പോൾ ഈ അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് വീസ്റ്റോൺ ബ്രിഡ്ജ് തന്നെയാണ്. വീസ്റ്റോൺ ബ്രിഡ്ജിന് വേറെ രീതിയിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ബാലൻസിങ് കണ്ടീഷൻ, ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് പോയില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇത് വീസ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ് ആയ അതേ ഒരു കണ്ടീഷനിലെത്തിയിരിക്കുകയാണ്. എന്താണ് വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ പ്രിൻസിപ്പിൾ? ഈ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഈ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ്. അപ്പം മീറ്റർ ബ്രിഡ്ജ് ബാലൻസിങ് കണ്ടീഷനിലെത്തുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ എഴുതാം, R/S ഇസ് ഈക്വൽ ടു R/S ഇസ് ഈക്വൽ ടു ഈ ഭാഗത്തിൻ്റെ റെസിസ്റ്റൻസ് ഇതേ ഡിവൈഡ് ബൈ ഇത് എന്നാണ് വേണ്ടത്. നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം? RCM ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ RCM ഇൻറ്റു 100 - L1. ഇവിടെ നോക്കൂ, ഈ RCM ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് R/S is equal to L1 divided by 100 - L1 എന്ന് ലഭിക്കും. നമ്മുടെ ഉദ്ദേശം എന്താ? അൺനോൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഏതാണ് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R ആണ്. അപ്പോൾ നമുക്ക് ഈക്വേഷനിൽ നിന്ന് R is equal to S ഇങ്ങോട്ട് പോകും. അപ്പോൾ R is equal to S ഇൻറ്റു L1 ഡിവൈഡഡ് ബൈ 100 - L1. ഇതാണ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഇവിടെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺനോൺ റെസിസ്റ്റൻസ്, S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റെസിസ്റ്ററിൽ ഉപയോഗിച്ച റെസിസ്റ്റൻസ്, അത് നമുക്ക് അറിയാവുന്നതാണ്. L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസിങ് ലെങ്ത്ത്. ആ ബാലൻസിങ് ലെങ്ത്ത് നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാം. 100 - L1. നമുക്ക് L1 അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതും ലഭിക്കും? 100 - L1 നമുക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് ഈ വയറിൻ്റെ അൺനോൺ റെസിസ്റ്ററാണ്, ഈ അൺനോൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഈ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഒരു സൗകര്യത്തിന് വേണ്ടി നമുക്ക് ഈ മീറ്റർ ബ്രിഡ്ജിൻ്റെ ഒരു മിനി ഫോം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ഈ 2 ഉപയോഗിച്ചാലും
ഈ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചാലും ഈ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ചാലും നമുക്ക് ഒരേ റിസൾട്ടാണ് ലഭിക്കുക. പക്ഷേ ഇതൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വലുപ്പമൊന്ന് ചെറുതാക്കിയിരിക്കുകയാണ്. ഇവിടെ 100 സെൻറ്റിമീറ്റർ അല്ല ഇതിൻ്റെ ലെങ്ത്ത്, അതൊരു 30 സെൻറ്റിമീറ്റർ. ഈ മെറ്റാലിക് വയറിൻ്റെ വലുപ്പം 30 സെൻറ്റിമീറ്റർ ആക്കി കുറച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് കൊടുത്താൽ മതി. ഇവിടെ 100 - L1 എന്നുള്ളതിന് പകരം ആകെ 30 സെൻറ്റിമീറ്ററല്ലേ ഉള്ളൂ. ഇക്വേഷനിൽ എന്ത് വരും? 30 - L1. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലാതെ യാതൊരു ഡിഫറൻസും ഇല്ല. ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് ഈ 2 ഡിവൈസ് ഉപയോഗിച്ചാൽ നമുക്ക് ലഭിക്കുക. നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഇതാണ് അൺനോൺ റെസിസ്റ്റർ. ഈ അൺനോൺ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഈ 2 ഗ്യാപ്പിൽ, ഈ ഗ്യാപ്പിൽ നമുക്ക് ഈ അൺനോൺ റെസിസ്റ്ററിന് കൊടുക്കാം. സൗകര്യത്തിന് വേണ്ടി ഈ അൺനോൺ റെസിസ്റ്ററിനെ ഈ ഒരു കണക്ടറിൽ കൊടുക്കുകയാണ്. ഇത് ഈ ഭാഗത്ത് വെക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ റെസിസ്റ്ററിനെ ഈ പോയിന്റിലേക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു കണക്ടർ ഉപയോഗിച്ച് ഓക്കെ ഈ ഭാഗത്തേക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിൽ ഈ അൺനോൺ റെസിസ്റ്റർ കൊടുത്തിരിക്കുകയാണ്. ഇനി ഈ ഗ്യാപ്പിൽ നമുക്ക് റെസിസ്റ്റൻസ് ബോക്സ് ആണ് കൊടുക്കേണ്ടത്, സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ. ഈ റെസിസ്റ്റർ ബോക്സിൻ്റെ ഒരു മിനിയേച്ചർ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലും കാർബൺ റെസിസ്റ്റർ തന്നെയാണ്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ബോക്സ് ഇവിടെ കണക്ട് ചെയ്തു. നമുക്ക് ഈ നോബ് തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള റെസിസ്റ്ററിലേക്ക് നമുക്കിതിനെ മാറ്റാം. അപ്പോൾ നമുക്ക് ഒരു കണക്ടർ ഉപയോഗിച്ച് ഇതിനെ ഈ ഗ്യാപ്പിലേക്ക് കൊണ്ടുവരാം. അപ്പം മീറ്റർ ബ്രിഡ്ജിൻ്റെ ലെഫ്റ്റ് ഗ്യാപ്പിൽ അൺനോൺ റെസിസ്റ്റർ കൊടുത്തു, റൈറ്റ് ഗ്യാപ്പിൽ ഒരു സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ കൊടുത്തു. ഇനി നമുക്ക് ഗാൽവനോമീറ്ററിന് പകരം മൾട്ടിമീറ്റർ ഉപയോഗിക്കാം. ഈ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ നമുക്ക് ഈ പോയിന്റിൽ കൊടുക്കുക. അതായത് ഈ പോയിന്റിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക് പോവുകയാണ്. ഈ ഗാൽവനോമീറ്ററിൻ്റെ ഈ അറ്റം ഇത് നമുക്ക് ജോക്കിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റർ 8 ഓം ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് പവർ സപ്ലൈ ആണ്. അപ്പോൾ നമുക്ക് ഇതൊരു പവർ സപ്ലൈ, ബാറ്ററി. ഈ ബാറ്ററി നമുക്ക് ഇവിടെ കൊടുക്കാം. ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് നമുക്ക് മീറ്റർ ബ്രിഡ്ജിൻ്റെ ഈ പോയിന്റിലേക്ക് കൊടുക്കാം, നെഗറ്റീവിൽ നിന്ന് ഈ പോയിന്റിലേക്കും കൊടുക്കാം. അപ്പോൾ കണക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി സ്വിച്ച് ഓൺ ചെയ്യാണ്. ഇനി കണക്ഷൻ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ജോക്കി ഈ പോയിന്റിൽ വെക്കുന്ന സമയത്ത് ഓക്കെ നെഗറ്റീവ് വാല്യൂ ആണ് ലഭിക്കുന്നത്. അതായത് ഈ ഭാഗത്തേക്കാണ് ഡിഫ്ലക്ഷൻ. നോക്കൂ, ഈ ഭാഗത്ത് വെക്കുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂ ആണ് കാണിക്കുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കറണ്ട് 0 ആവുന്നൊരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റ് ഏതാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ജോക്കി ഇങ്ങനെ മൂവ് ചെയ്യാണ്. മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ നെഗറ്റീവ് വാല്യൂ കുറഞ്ഞു വരുന്നുണ്ട്. ഓക്കെ, യെസ്. അതായത് 18.5 എത്തുന്ന സമയത്ത് ഗാൽവനോമീറ്റർ കൂടെയുള്ള കറണ്ട് 0 ആയി. 18.5 ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് വീണ്ടും കറണ്ട് കൊടുക്കുകയാണ്. ഇനി 18.5 നമുക്ക് ബാലൻസ് പോയിന്റ് കിട്ടി, 0 ആണ്. ഈ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നെഗറ്റീവ് വാല്യൂ കിട്ടുകയാണ്. അപ്പോൾ 18.5 നമുക്ക് ബാലൻസിങ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്ത എക്സ്പെരിമെൻറ്റിൽ എസിൻ്റെ വാല്യൂ നമ്മൾ എത്ര എടുത്തത്? 8 എന്നെടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ L1ൻ്റെ വാല്യൂ 18.5 എന്നായിരുന്നു. അപ്പോൾ നമുക്ക് 30 - L1, 18.5 ആകുമ്പോൾ 30 - L1 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 - 18.5 11.5 എന്ന് ലഭിക്കും. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ S×L1 / 100 - L1 എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ, അതായത് 1 മീറ്റർ ലെങ്ത്തിലുള്ള മീറ്റർ ബ്രിഡ്ജിൻ്റെ ഇക്വേഷനാണ്. ഇത് നമ്മൾ മിനി മീറ്റർ ബ്രിഡ്ജ് ആണെങ്കിൽ 100ന് പകരം എന്ത് എഴുതിയാൽ മതി? 30 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ലഭിക്കുക? R = S എന്നുള്ളതിന് പകരം 8 എന്ന് എഴുതാം. 8 × L1 എന്നുള്ളതിന് പകരം 18.5 ഡിവൈഡഡ് ബൈ 30 - L1. 30 - L1 എന്നുള്ളതിന് പകരം 11.5 എന്ന് എഴുതാം. 8 × 18.5 ഡിവൈഡഡ് ബൈ 11.5 = 12.86 എന്നാണ് ലഭിക്കുക. 12.86.
അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഇവിടെ എഴുതാം 12.86. ഇനി നമുക്ക് ഈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 8 എന്നുള്ളതിന് പകരം നമ്മൾ 14.6 മാറ്റാം. ഇവിടെ 8-ന് പകരം സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 14.6 കൊടുത്തു. അപ്പോൾ L1-ന് എന്തായിരിക്കും സംഭവിക്കുക? നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. ഇക്വേഷൻ വെച്ച് നമുക്കൊന്ന് പറയാം. ഇവിടെ എസിൻ്റെ വാല്യൂ കൂടി. നമ്മൾ ഈ റെസിസ്റ്റൻസ് വയർ മാറ്റിയിട്ടില്ല, ഈ റെസിസ്റ്റൻസ് മാറില്ല. അപ്പോൾ 6 മാറില്ല, എസ് കൂടി. എസ് കൂടിയാൽ നമുക്ക് എന്താ ഇതിന് സംഭവിക്കുക? കാരണം 6 മാറാനും പാടില്ല. അപ്പോൾ എസ് കൂടിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും L1 ബാലൻസ് ലെങ്ത്ത് കുറവാകാണ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ബാലൻസിങ് പോയിന്റ് നോക്കുന്ന സമയത്ത് 18.5 അതിനേക്കാൾ കുറവായിരിക്കും ബാലൻസിങ് പോയിന്റ്. നമുക്കത് നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് 14.6 എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പോയിന്റിൽ കൊടുക്കുന്ന സമയത്ത് മൈനസ് വാല്യൂ ആണ്, ഈ പോയിന്റിൽ പോസിറ്റീവ് വാല്യൂ. ഓക്കെ, കണക്ഷൻ ഓക്കെ ആണ്. നമുക്ക് എവിടെയാണ് ബാലൻസിങ് പോയിന്റ് ലഭിക്കാൻ നോക്കാം. അങ്ങനെ മൂവ് ചെയ്യാണ്, മൈനസ് വാല്യൂ കുറഞ്ഞ് വരികയാണ്. ഓക്കെ, യെസ്, 0 എത്തിയിരിക്കുകയാണ്. 14 ബാലൻസിങ് പോയിന്റ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ നോക്കൂ, നമ്മൾ സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂട്ടിയപ്പോൾ 8 എന്നുള്ളതിൽ നിന്ന് 14.6 ആക്കിയപ്പോൾ ബാലൻസ് ലെങ്ത്ത് കുറയുകയാണ് ചെയ്ത്. കാരണം 18.5 കുറഞ്ഞു, 14 ആയത്. നമ്മൾ മുന്നേ പ്രഡിക്റ്റ് ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ലഭിച്ചു. അപ്പോൾ നമുക്ക് 30 മൈനസ് L1 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 30 മൈനസ് 14. 30 മൈനസ് 14 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 എന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് ഈ വാല്യൂകൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് ലഭിക്കുക? ഇതൊക്കെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യണം കേട്ടോ. എക്സ്പെരിമെൻറ്റിൽ നിങ്ങൾ ലാബ് വർക്കിൽ ഈ ഒബ്സർവേഷൻ കോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഓരോന്നിൻ്റെയും കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം. 8 എന്നുള്ളതിന് പകരം നമുക്ക് 14.6 എന്നാണ് എസിൻ്റെ വാല്യൂ. 14.6 ഇൻറ്റു ബാലൻസ് ലെങ്ത്ത് L1-ൻ്റെ പകരം നമുക്ക് എന്ത് എഴുതാം? 14 ലഭിച്ചത്. 14 ഡിവൈഡഡ് ബൈ 30 മൈനസ് L1. 30 മൈനസ് L1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 16 ലഭിച്ചു. അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 14.6 ഇൻറ്റു 14 ഡിവൈഡഡ് ബൈ 16 ഇസ് ഈക്വൽ ടു 12.77 എന്നാണ് ലഭിച്ചത്. 12.77. അൺനോൺ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ രണ്ടിലും അടുത്ത വാല്യൂകൾ കിട്ടി. ചെറിയ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. നമുക്ക് ഏത് വാല്യൂ ആണ് കറക്റ്റ് എന്നറിയില്ല. അപ്പോൾ നമ്മൾ കുറേ പ്രാവശ്യം ഈ എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുക, വീണ്ടും ചെയ്യുക. അങ്ങനെ ഒരു 6 റീഡിംഗ് എങ്കിലും എടുക്കണം. ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ വാല്യൂകൾ എല്ലാതും കൂടി കൂട്ടിയിട്ട് അത് എത്ര പ്രാവശ്യം ചെയ്തു അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതിനാണ് നമ്മൾ മീൻ വാല്യൂ കാണുക എന്ന് പറയാം. അങ്ങനെ മീൻ വാല്യൂ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ട്രൂ വാല്യൂ ലഭിക്കുക. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു എക്സ്പെരിമെൻറ്റ്. അങ്ങനെ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് പിന്നെ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൻ്റെ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കലാണ്. റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ ഓംസ് ലോയിൽ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. അതായത് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ റോ ഇസ് ഈക്വൽ ടു R ഇൻറ്റു A ഡിവൈഡഡ് ബൈ L. ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. റെസിസ്റ്റൻസിൻ്റെ ഭാഗത്ത് നമ്മൾ കിട്ടിയ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൊടുക്കുക. എ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച് ഇതിൻ്റെ തിക്നെസ് കണ്ട് അതിൻ്റെ ഏരിയ കാണുക. ഈ വയറിൻ്റെ ലെങ്ത്ത് നോക്കി സ്കെയിൽ നോക്കി അതിൻ്റെ ലെങ്ത്തും കണ്ടുപിടിച്ച് നമ്മൾ അതിൻ്റെ റെസിസ്റ്റിവിറ്റി കാണാം. ഓംസ് ലോയിൽ നമ്മൾ മുന്നേ ചെയ്ത ഓംസ് ലോയിൽ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഇവിടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റ്. അതായത് ഫൈൻഡ് റെസിസ്റ്റൻസ് ആൻഡ് റെസിസ്റ്റിവിറ്റി ഓഫ് എ അൺനോൺ റെസിസ്റ്റർ വയർ യൂസിങ് മീറ്റർ ബ്രിഡ്ജ്. ഈ മീറ്റർ ബ്രിഡ്ജിൽ വേറെയും എക്സ്പെരിമെൻറ്റുകളുണ്ട്. നമ്മൾ ലാബ് രീതിയിൽ നോക്കുന്ന സമയത്ത് പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം കമ്പയർ ടു റെസിസ്റ്റൻസ് യൂസിങ് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. 2 വയേഴ്സിൻ്റെ റെസിസ്റ്റൻസുകൾ കമ്പയർ ചെയ്യാം. ഉദാഹരണത്തിന് ഇതൊരു റെസിസ്റ്റർ വയറാണ്. നമുക്ക് ഇനി വേറെ ഈ ഒരു റെസിസ്റ്റർ വയറും ഈ റെസിസ്റ്റർ വയറും തമ്മിലുള്ള ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ റെസിസ്റ്റൻസ് അൺനോൺ റെസിസ്റ്റർ ഇത് മാറ്റി ഇവിടെ നോക്ക്, ഈ റെസിസ്റ്റർ വയർ കണക്ട് ചെയ്യാം. ഈ 2 വയറുകളുടെ റെസിസ്റ്റൻസ് ആണ് കമ്പയർ ചെയ്യേണ്ടത്. ഈ റെസിസ്റ്റർ ലെഫ്റ്റ് ഗ്യാപ്പിൽ കൊടുക്കാം, ഈ റെസിസ്റ്റർ റൈറ്റ് ഗ്യാപ്പിലും കൊടുത്തു. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കാം. ഇവിടെ മൈനസ് വാല്യൂ ആണ്, ഇവിടെ പ്ലസ് വാല്യൂ ആണ്, ഡിഫ്ലക്ഷൻ. ഓക്കെ,
കണക്ഷൻ ഓക്കെയാണ്. നമ്മൾ ഇങ്ങനെ കൊണ്ടുവരിക, മൈനസിൻ്റെ വാല്യൂ കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ 0 വാല്യൂ. 12ലാണ് നൾ ഡിഫ്ലക്ഷൻ വരുന്നത്, ബാലൻസിങ് പോയിന്റ് വരുന്നത്. അപ്പോൾ നമുക്ക് L1 എന്നുള്ളത് 12 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ നമുക്ക് L1 12 സെൻറ്റിമീറ്റർ ആണ് ലഭിച്ചത്. ഇപ്പോൾ L1 12 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 30 മൈനസ് L1 എത്ര ആയിരിക്കും? 30 മൈനസ് 12 18 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലെങ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് റെസിസ്റ്റേഴ്സും തമ്മിലുള്ള റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ബാലൻസിങ് കണ്ടീഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, R/S ഇസ് ഈക്വൽ ടു L1 ഡിവൈഡഡ് ബൈ 30 മൈനസ് L1. ഈ R/S എന്ന് പറയുമ്പോഴാണ് കമ്പാരിസൺ ഓഫ് റെസിസ്റ്റേഴ്സ്, അതായത് റെസിസ്റ്റേഴ്സിൻ്റെ റേഷ്യോ. അപ്പോൾ R/S എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ L1 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 12 എന്ന് എഴുതാം. 30 മൈനസ് L1 എന്നുള്ളതിന് പകരം എന്ത് എഴുതാം? 18 എന്ന് എഴുതാം. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 18. അപ്പോൾ ഈ രണ്ട് വയേഴ്സും തമ്മിലുള്ള കമ്പാരിസൺ, അതായത് റേഷ്യോ 12/18, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 2/3. അതായത് റേഷ്യോ ഓഫ് ദീസ് ടു റെസിസ്റ്റേഴ്സ് ഇത് 2/3 ആയിരിക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. രണ്ട് വയറുകൾ രണ്ട് ഗ്യാപ്പിലിട്ട് കൊടുക്കുക, ബാലൻസിങ് പോയിന്റ് കണ്ടുപിടിക്കുക, ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇന്ന് മീറ്റർ ബ്രിഡ്ജിനെ കുറിച്ചിട്ടും ആ മീറ്റർ ബ്രിഡ്ജ് ഉപയോഗിച്ച് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റുകളെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നമുക്ക് ക്ലാസ് നിർത്താം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.